തിരുവനന്തപുരം കന്യാകുളങ്ങളിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. എ വി ജയശങ്കർ തിരുവനന്തപുരം ചെയ്തു. ജയശങ്കർ, എത്ര പേര് ഈ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നു? ഇത് ഈ വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വന്ന സംഘമാണ്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കാര്യമായ പ്രശ്നമുള്ളതായി അറിയുന്നുണ്ടോ? വിവരങ്ങൾ അതായത് സുഹൈൽ, നെടുമങ്ങാട് ഇരിഞ്ചിയത്താണ് ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഒരു അപകടമുണ്ടായിരുന്ന ഒരു വിവരം നമുക്ക് ലഭ്യമായത്. ഈ ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ 50-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. നമ്മൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് പരിക്കേറ്റ ആളുകളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും അപകടത്തിൽ ഗുരുതരമായി പരിക്കുണ്ടോ, പരിക്കിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ് ഏത് തലത്തിലാണ്, എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിലായിരിക്കും എന്തായാലും ലഭ്യമാകുക. എന്തായാലും നിലവിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു. കുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേരുണ്ടായിരുന്ന ടൂറിസ്റ്റ് സ്വകാര്യ ബസ്സാണ്, വാഹനമാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്തിന്റെ ഒരു ഇത് നോക്കുമ്പോൾ വലിയ വളവുകളൊക്കെ ഉള്ള ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ വലിയ അപകട സാധ്യത മേഖല കൂടിയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ ജാഗ്രത പുലർത്താനുള്ള സൈൻ ബോർഡുകൾ ഉൾപ്പെടെയുണ്ട്. എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വലിയൊരു അപകടം എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പരിക്കേറ്റ ആളുകളെ തൽക്ഷണം തന്നെ നാട്ടുകാരുടെ മേൽനോട്ടത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ അവിടെയുണ്ട്, അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ ആളുകൾക്ക് പറ്റിയ പരിക്ക് എത്രമാത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. പ്രാഥമിക ഘട്ടമായി ഉള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് അവിടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും എല്ലാം ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിരവധി ആളുകളാണ്. എന്തായാലും ആളുകളുടെ അപകടത്തിന് തോത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. ഏകദേശം 9:15 അപകടം ഉണ്ടായെന്നാണ് പ്രാഥമികമായ വിവരം. എന്തായാലും അതിന് പിന്നാലെ തന്നെ നാട്ടുകാരാണ് ആ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. പിന്നീട് പോലീസ് ഉൾപ്പെടെ അങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായി. നെടുമങ്ങാട് ഇരിഞ്ചിയത്താണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും എന്തായാലും ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം കുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേർ സഞ്ചരിച്ച ഒരു സ്വകാര്യ ബസ്സാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭ്യമാവുന്നവർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം, ഇതിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് എത്രമാത്രം, ഏത് തരത്തിലുള്ള പരിക്കാണ്, ഗുരുതരമായ പരിക്കാണോ നിസ്സാര പരിക്കാണോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരാനുണ്ട്. എന്തായാലും നിലവിൽ പരിക്ക് പറ്റിയ ആളുകളെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭ്യമാവുന്ന വിവരം. സുഹേൽ.